all, welcome to Team Andron. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിൽ വന്ന പുതിയ വേക്കൻസിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 90 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ പോസ്റ്റ് എന്ന്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ 55ാമത് 10th + 2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ പെർമനന്റ് കമ്മീഷനിലേക്ക് നിയമനം ലഭിക്കുന്ന ഒന്നാണ്. ഇതിന്റെ 4 years ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതായത് 2026 ജൂലൈയിലാണ് ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. സോ 4 വർഷമാണ് ഈ ഒരു കോഴ്സിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ, അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് October 14, 2025 അതേപോലെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് November 13, 2025. ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക്, അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആർമിയുടെ indianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ, അതായത് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. സോ നമുക്ക് നോക്കാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന്. നിങ്ങളൊരു അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16നും 19 വയസ്സിനും ഇടയിലായിരിക്കണം. ഈ ഒരു ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ജനനം January 2, 2007 അതുപോലെ തന്നെ January 1, 2010 ഇടയിലായിരിക്കണം. സോ ഈ ഒരു ഏജ് ലിമിറ്റ്, അതായത് ഈ ഒരു വർഷം ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾ 10th + 2 പാസ് ആയിരിക്കണം. അതുപോലെ തന്നെ 60% മാർക്ക്, അതായത് 60% മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, യു മസ്റ്റ് ഹാവ് അപ്പിയർഡ് ഇൻ ദ JEE മെയിൻസ്, അതായത് ഇതിലും നിങ്ങൾ അപ്പിയർഡ് ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ്. ഈ ഒരു പ്രോസസ്സിന് 2 സ്റ്റേജസ് ആണുള്ളത്. നിങ്ങളുടെ JEE സ്കോർ അനുസരിച്ചാണ് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. സോ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലുള്ളവർക്ക് SSB, അതായത് സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻ്റർവ്യൂ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. അതേപോലെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് സൈക്കോളജി ടെസ്റ്റ്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നത് 2026 ഫെബ്രുവരി, മാർച്ച് മന്ത്സിലാണ്. ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബംഗളൂരു, മധ്യപ്രദേശ്, ഭോപ്പാൽ, UP, പഞ്ചാബ് ഈ ഒരു സ്ഥലങ്ങളിലാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. സോ അതിനുശേഷം വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഫൈനലി നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മെഡിക്കൽ, അതായത് മെഡിക്കൽ ഫിറ്റ്നസ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് റണ്ണിങ്, പുഷപ്പ്, പുള്ളപ്പ്, സിറ്റപ്പ്, സ്ക്വാഡ്, സ്വിമ്മിങ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ റണ്ണിങ് എന്ന് പറയുന്നത് 10 minutes 30 seconds കൊണ്ട് 2.4 kilometer നിങ്ങൾ കവറപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പുഷപ്പ് എന്ന് പറയുന്നത് 40 പുഷപ്പ് എടുത്തിരിക്കണം. പുള്ളപ്പ് എന്ന് പറയുന്നത് 6, അതേപോലെ സിറ്റപ്പ് 30. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്നത് 90 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വളരെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രൺ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷന്റെ PDFs എല്ലാം വളരെ വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്, ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ. സോ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഫോളോ ചെയ്യുക. സോ ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറാണിത്. സോ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.